ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു ദിവസം, നത്തിങ് സ്പെഷ്യൽ. സ്കൂൾ വിട്ടു വന്ന കുട്ടി ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്താണ് അമ്മുവിന്റെ ഇന്നത്തെ സ്കൂൾ യൂണിഫോം? യൂണിഫോം അല്ല, സാരി. നിന്നിട്ട് ചേച്ചി ചോദിച്ചിട്ടല്ലേ? പിന്നെ എങ്ങനെ ഷൂഷിന്റെ ഉള്ളിൽ കൂടെ ചേച്ചി പോയേ? ചേച്ചിയാണോ വെള്ളാണോ? ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് വളരെ സംഭവബഹുലമായിട്ടുള്ള ഒരു ദിവസമൊന്നുമല്ല, ഒരു സാധാരണ ദിവസമാണ്. വളരെ ശാന്തമായിട്ടുള്ളൊരു ദിവസം. അമ്മു ഒരു നിമിഷം കൂടെ നോക്കൂ. എന്താണ് അമ്മുവിന്റെ ഇന്നത്തെ സ്കൂൾ യൂണിഫോം? യൂണിഫോം അല്ല, സാരി. സാരി. യൂണിഫോം ആകെ ആഴ്ചക്ക് ഒരു ദിവസമേ ഉള്ളൂ. 11:10 ഇപ്പോഴും ദേ അമ്മ കഴിക്കുന്ന ദോശയും മുട്ടയും അതേപോലെ ഇരിക്കുന്നുണ്ട്. കഴിച്ചിട്ടില്ല? ഹലോ, ഇത് കഴിച്ചിട്ട് പോരെ നമുക്ക്? അടുക്കളയില് പല പണിയാണേ. മനുഷ്യര് രാവിലെ തിന്നണ്ടേ? അതാണ് ഞാൻ കഴിക്കാണ്. 2 പഴവും ഒരു മുട്ടയും ഒരു ദോശയും കഴിച്ചോളാം എന്ന് പറഞ്ഞ ആളാ. തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആൾക്കാരുടെ അവസ്ഥ ഇത് വെക്കുക, ആറോ വാട്ടർ. അതല്ലെങ്കിൽ വാട്ടർ ക്യാന് വാങ്ങണം പൈസ കൊടുത്തിട്ട്. വാട്ടർ ക്യാൻ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മോഡല്. ഇത് പണ്ട് ഉപയോഗിച്ചിരുന്നതാ. പണി പിന്നെ വെള്ളം പിടിക്കല്, എന്തൊക്കെ വേണം, മോട്ടർ ഇടണം, എന്തൊക്കെ പണിയുണ്ട്. എനിക്ക് വേക്കല്ലേ ചെയ്യാന്. അപ്പോഴേക്ക് ഞാനാകെ കുഴഞ്ഞു. കണ്ണൊക്കെ പണിയില്ല. വിറ്റോക്കുമ്പോഴേ അറിയുള്ളൂ, വയ്യാത്തവരാകും ചെയ്യുക. നമ്മുടെ പണിയാണ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ഒരു കൈതച്ചക്ക എടുത്തിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടു വെച്ചിട്ട് ഒരു കൊല്ലമായിട്ടുണ്ടാവും. അത് അന്ന് വെച്ച അതേപോലെ എപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇതുവരെ ചത്തിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ഗ്രോത്തും ഇല്ല, അതേപോലെ ഉണ്ട്. എന്താ വെയില്, പൊരി വെയിൽ എന്ന് പറഞ്ഞാണ്ടല്ലോ, പൊരി വെയില. ഈ വെയിലത്ത് വേണം ഞാൻ ഇപ്പോൾ കുട്ടീനെ കൊണ്ട് സ്കൂളിൽ നിന്ന് വരാൻ. അതാകെ ഉറങ്ങി വാടി കരിഞ്ഞ് ഒരു വഴിയായിട്ടുണ്ടാവും. ഇപ്പം നോക്കിയേ, 2:15 കഴിഞ്ഞു. ഈ നേരത്ത് വേണം എനിക്ക് ഇനി പോയിട്ട് അതിനെ കൊണ്ടുവരാൻ. എന്തപ്പോ ചെയ്യാ, അല്ലാതെ നിർത്തിയില്ലല്ലോ കൊണ്ടുവരാനെ. മിസ് ഉറങ്ങാൻ പറയേ? എന്തിനാ മിസ് ഉറങ്ങാൻ പറയണേ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? നേരെ എനിക്ക് എന്താ അങ്ങനെ ഉറങ്ങാൻ പറയണേ? എല്ലാരോടും ഉറങ്ങാൻ പറഞ്ഞോ? എല്ലാ കുട്ടികളും ഉറങ്ങിയോ? ഉച്ചക്ക് മാമുട്ടിട്ട് ഉറങ്ങാൻ പറഞ്ഞേ? രാവിലെ തന്നെ ഉറങ്ങാൻ പറഞ്ഞോ? അവിടെ ഒരു സുഖേ എഴുതിട്ട് ഉറങ്ങാൻ പറഞ്ഞോ? നല്ല മിസ്സാണല്ലോ. ചോറിന്റെ പാത്രമൊക്കെ അതതിന്റെ മുകളിൽ കെട്ടി തൂക്കിട്ടുണ്ട്. അച്ചെടുക്കാൻ പറഞ്ഞു. അത് ചോറും പാത്രമല്ലല്ലോ. ഞാൻ സഞ്ചി ഉണ്ടായതവിടെ. സഞ്ചി വണ്ടിയും വിട്ടിട്ട് പോകുന്നു ചോത്ത. നായ അച്ഛണ്ടോ കേട്ടോ. എന്താ പതിനിട്ട് കൊണ്ട് പോലെ പോയിട്ടുള്ള എനിക്കറിയാം. ഇങ്ങ് വേണമെങ്കിൽ മതി. നാളെ കൊണ്ടോണ്ട. അതൊന്നും കാര്യമായില്ല. പോയിട്ടേ ഒറ്റ വട്ടം പറഞ്ഞാൽ ഞാനെന്റെ അടുത്ത് അല്ലേ? ഞാനൊക്കെ മനസ്സിലാവുന്നു. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. നടക്ക്. പാമ്പ് ചേമ്പൊന്നും വരില്ല, നടക്ക്. എന്തിനാ അതവിടെ മറന്നു വെച്ചേ? പറയേ. എടുത്തല്ലോ. വാ, നടക്ക്. ചാണകമൊക്കെ ഉണ്ടാവും. ഞാൻ എന്തോ ചണ്ടി പശു അല്ലേ? എന്നാ ചെല്ല് ഉള്ളിപ്പോ. ചണ്ടി പശുവിന്റെ ചാണകം ബാഗ് പൊക്ക്. അതാ പറഞ്ഞ പൊക്കിയിട്ട് കൊണ്ടുപോവ്. അതോളത്തിട്ട കൊള്ളാലോ. ഇനി ഇങ്ങനെ തൂക്കിക്കൊണ്ട് പോയാൽ മതിയല്ലോ. ഓണോ പുതിയ സംഗതികൾ കണ്ടുപിടിക്കും. എത്ര നല്ല നീറ്റായിട്ട് വെക്കുന്നറിയോ? ഇതുപോലത്തെ കുട്ടീനെ ലോകത്ത് കാണാൻ പറ്റുമോ? ഇവിടുത്തെ പോകുമ്പോ വെള്ള ഷൂ ആയിരുന്നല്ലോ, ഇപ്പൊ കളർ ഷൂ ആയല്ലോ. എന്തത് കന്നുകൂട്ടാൻ പോയതാ? പാടത്തായിരുന്നോ പണി? അവിടെ കണ്ണാട എങ്ങനെയുണ്ട്? സുഖമായോ? ഇപ്പൊ വേനുണ്ടോ? ഇല്ലല്ലോ, വേനുണ്ടോ? ഇപ്പൊ ശരിയായില്ലേ? കൊറേ വെച്ചപ്പോ
അത് വേദന മാറിക്കോളും. ആദ്യമായിട്ട് വെക്കണോണ്ടാവും. ചൊത്ത മാമു റെഡി. ചൊത്തൻ്റെ ഷൂസ് നനയണങ്ങ. ചൊത്തൻ ഷൂസിന്റെ മുകളിൽ കൂടെ ചീച്ച വെച്ചിട്ടല്ലേ, നിന്നിട്ട് ചീച്ച വെച്ചിട്ടല്ലേ. പിന്നെ എങ്ങനെ കാലിപ്പോ കിടക്കണ ഷൂവിന്റെ ഉള്ളിൽ കിടക്കണ സോക്സ് എങ്ങനെ നനയണേ പറ. ചൊത്ത നിന്നിട്ട് ചീച്ച വെച്ചില്ലേ? ഇല്ലേ. പിന്നെ എങ്ങനെ ഷൂസിന്റെ ഉള്ളിൽ കൂടെ ചീച്ചി പോയേ? ചീച്ചയാണോ വെള്ളാണോ? സത്യം പറഞ്ഞു. എങ്ങനെ അതിലിപ്പോ അറിയില്ലല്ലോ നോട അയ്യേന്ന് പറയട്ടെ. അങ്ങനെ പറയാ അയ്യേന്ന് പറയും. പറയട്ടെ പറഞ്ഞോട്ടെ. ദേഷ്യം വരുന്നുണ്ട് ഞങ്ങക്ക്. ആ ഇതിലേതാ കുട്ടി? ചോത്തൻ കാർട്ടൂണൊക്കെ വെച്ചിട്ട് ഇവിടെ ഒളിച്ചിരിക്കണില്ലേ? അമ്മയുടെ അമ്മ എവിടെ? അയ്യോ പോയേക്കാ. അമ്മ എവിടെ? ആ എവിടെ അമ്മ എവിടെ? നല്ല കുട്ടിയാണേ. വാവ സൂപ്പർ അല്ലേ? ആരെന്ത് കളയും ചോദ്യം. ഞാൻ ഉറങ്ങാം. കണ്ടോ നിങ്ങളുടെ കുട്ടി കണ്ടോന്ന് കാണിക്കാൻ. നിന്റെ അടുത്ത് വന്നിട്ട് പറയണം മുതല് ഇന്ന് എഴുതാൻ പറഞ്ഞിട്ട് എഴുത്തൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാനാ കടന്ന് ഉറങ്ങി. എല്ലാരും ഉറങ്ങി വെച്ചു. ആ എല്ലാ കുട്ടികളും 2-3 പേര് ഞാൻ കണ്ടല്ലോ. അവളുടെ എതിർ ക്ലാസ് ആണ് ഞാൻ. +2 ക്ലാസ് മാറി. അവളുടെ ക്ലാസ്സിന് എതിർ ക്ലാസ് ആണ് ഞാൻ. അപ്പോ ഇങ്ങനെ കിടന്ന് ഉറങ്ങാണ്. എങ്ങനെയുണ്ട് ഇതിനെ വിടുന്നത് ഉറങ്ങാനാ? പക്ഷെ എഴുത്തൊക്കെ ഉണ്ടായിട്ടാ ഞാൻ നോക്കിയിരുന്നല്ലോ. എഴുത്ത് എഴുതി മിസ്സിന്റെ അടുത്ത് പോയിട്ട് കറക്ഷനൊക്കെ വാങ്ങിക്കാൻ ലൈൻ നിന്നു. വാങ്ങിച്ചു. അതൊക്കെ ഞാൻ കണ്ടു. ഈ പോകോ ചാനലും കണ്ടുകൊണ്ടിരുന്നോ? ചൊത്തനും ചൊത്തന്റെ ഒരു പോകോ ചാനലും. ഞങ്ങളൊക്കെ തിന്നു. നിങ്ങൾക്കുള്ള ബിരിയാണി മാമ കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മയ്ക്ക് കുട്ടിക്ക് ലേശം ബിരിയാണി മാമ കൊടുക്കുക. കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാലോ. നിങ്ങളേതായാലും കഴിക്കൂലോ. ആ അക്കൗണ്ടൻസി ടീച്ചറാ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.